കർത്താവിന്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധങ്ങളെ അറിയിക്കുന്നു. ഈ ഫീബ കോൺഫറൻസിൽ പങ്കെടുക്കുവാനും ദൈവമായ കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ അല്പസമയം നിൽക്കുവാനും സാവകാശം നൽകിയ കോൺഫറൻസിന്റെ ചുമതലപ്പെട്ടവരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവിന്റെ വചനത്തിൽ നിന്നും ദാനിയേൽ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വ്യക്തിപരമായ പഠനമാണ് എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവാണ് ആ നിലയിൽ ഇതിൻ്റെ ചുമതലപ്പെട്ടവരെയാണ് ആ ശുശ്രൂഷ ഏൽപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാനിയേൽ വിശ്വസ്തനായ ദൈവദാസൻ എന്ന ശീർഷകത്തിൽ ദാനിയേൽ പുസ്തകം ആദ്യാധ്യായം മുതൽ 4-ാം അധ്യായം വരെയുള്ള വചനഭാഗങ്ങളിൽ നിന്നായിട്ട് ചില കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ടാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാം. കർത്താവെ, എന്നോട് കൽപ്പിക്കണമേ എന്ന് ഹൃദയം തുറന്ന് നിങ്ങൾ അപേക്ഷിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ദൂത് തരുവാൻ പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ദാനിയേലിനെ കുറിച്ച് ചില വാക്കുകൾ പറയുമ്പോൾ അത് എൻ്റെ അനുഭവമായി മാറുന്നില്ലയോ എന്ന് ഞാൻ സംശയിക്കുന്നു. എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നവരിൽ നിങ്ങളെ അനേകരുടെ സ്വന്തം അനുഭവമായിട്ട് അതിരിക്കുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. എന്നോട് ഒരു ദൈവദാസൻ എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ടു വന്ന് എന്നോട് പറഞ്ഞത് എൻ്റെയും കൂടി അനുഭവമാണ് എന്നാണ് പറഞ്ഞതാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ അനേകരുടെ അനുഭവങ്ങളോട് വളരെ താതാത്മ്യം പ്രാപിക്കുന്ന അനുഗ്രഹീതമായ ഒരു വചനഭാഗവും ഒരു ദൈവ പുരുഷനുമാണ് ദാനിയേൽ. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തുപോയ ഒരു കാര്യം, പലരും ഇന്നലെ പ്രത്യേകിച്ച് ബാബു വർഗീസ് അവர்கள் ഞാൻ ഏറെ സ്നേഹിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, ശുശ്രൂഷയിൽ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ദേവദാസൻ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈ ബൈബിളിന്റെ സ്വാധീനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നുന്നത്, ഈ വചനം മറ്റാരെയും സ്വാധീനിച്ചില്ലെങ്കിലും എന്നെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ സ്ഥലം സഭയിൽ നിന്നുള്ള പല വിശ്വാസികൾ, എന്നെ വളരെ സ്നേഹിക്കുന്ന കരുതുന്ന സഹോദരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ കോത്തല സ്ഥലം സഭയിൽ നിന്നുള്ളതാണ്. സ്കറിയാവലീസ് ഞാൻ ബേബിച്ചായെന്ന് വിളിക്കും. നിങ്ങൾക്കറിയാം, റോജി, ഞങ്ങളെല്ലാം ഒരു സഭയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ്. മറ്റു പലരും ഇവിടെയുണ്ട്. ഞാൻ പറയാൻ കാര്യം, അവരൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. കോത്തല എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ സ്വന്തം ജ്യേഷ്ഠൻ ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിച്ച് ഞാനും ആ സ്ഥിതിയിലോ അല്ലാതെയോ തീർന്നു പോകാവുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നോ ഇന്ന് നിങ്ങളുടെ മുൻപാകെ നിൽക്കൊണ്ടൊക്കെ ഇടയാക്കിയതെങ്കിൽ അത് ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പഠിത്തത്തെക്കുറിച്ച് പറഞ്ഞാൽ 10-ാം ക്ലാസ്സിൽ 3 പ്രാവശ്യമാണ് തോറ്റത്. അത്രേ അന്ന് തോക്കാൻ കഴിഞ്ഞുള്ളതുകൊണ്ടാണ് ആ ബുക്ക് ഒന്നിൽ തന്നെ എൻ്റെ അവസാനിപ്പിച്ചു. പക്ഷേ ഇന്ന് നിങ്ങളോട് ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ പറഞ്ഞാൽ കർത്താവിൻ്റെ പുറയിൽ ആശ്രയിക്കാൻ പ്രസംഗിക്കും. എൻ്റെ പുറയിലെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലേക്ക് നീ വചനമാണ്. ആമേൻ, സ്തോത്രം. ചിലപ്പോൾ ഞാൻ സ്തോത്രം അല്ലെങ്കിൽ കർമ്മങ്ങൾ പറയും, കാരണം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പോകുന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒരിക്കലും അറിയപ്പെടുവാൻ അവകാശമില്ലാതെ മൂക്കോന്മാർ മധ്യത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ അയച്ച ദൈവം പല നിലകളിൽ എന്നെ നടത്തിയ വഴികളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഉറപ്പായ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു, എന്നെ ഞാനാക്കിയത് ഞാനല്ല, എൻ്റെ കുടുംബം, യാക്കോബായ കുടുംബം. എനിക്ക് നമ്മുടെ സഭകളിലുള്ള ആ നിലയിൽ ഒരു ബന്ധങ്ങൾ ഇല്ലാത്തൊരു മനുഷ്യൻ, അമേരിക്കയിൽ എനിക്ക് സ്വന്തമെന്ന് പറയുവാൻ ആരുമില്ലാത്ത ഒരു മനുഷ്യൻ, വിദ്യാഭ്യാസത്തിൽ ഏറെ അവകാശപ്പെടുവാൻ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, കർത്താവിന്റെ ഈ വചനവും എടുത്തുകൊണ്ട് കഴിഞ്ഞ 31 വർഷമായി തന്നെ നിഗമിച്ചു എന്നുള്ള ഏക കാരണത്താൽ ആദ്യത്തെ ദൈവത്തെ ഞാൻ നിങ്ങളോട് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നന്ദിയല്ലാതെ പറയുവാൻ ഒരു വാക്കും ഈ ആയി ചിന്തിക്കില്ല. എന്റെ കർത്താവിനെ ഞാൻ ഈ വാക്കിലൂടെ മഹത്വപ്പെടുത്തട്ടെ. ദാനിയേൽ വിശ്വസ്തനായ ദൈവദാസൻ,
അസാധ്യമാകുന്ന കാര്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന, സകലത്തെ ഉളവാക്കിയ അത്യുന്നതനായ തേജോമനായ ദൈവത്തിന്റെ ധന്യനായ ദാസൻ. ദാസന്മാരാകാൻ നമുക്ക് കഴിയും. വിശ്വസ്ത ദാസന്മാരാകുവാൻ കഴിയുമോ? മക്കളാകുവാൻ നമുക്ക് കഴിയും. വിശ്വസ്ത മക്കളാകുവാൻ നമുക്ക് കഴിയുമോ? ചോദ്യം എന്റേതല്ല, ദൈവത്തിന്റെ ദാസന്റേതാണ്, ദൈവാത്മാവിൻ്റെതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ഒരു ചെറിയ കാലം നമുക്ക് അനുവദിച്ചിരിക്കുന്നതിനെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. വിശ്വസ്തമായ നിലയിൽ അറിഞ്ഞ ദൈവത്തെ പരമാവധി മഹത്വപ്പെടുത്തി അനുഗ്രഹീതനായ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ തേജോമയനായ ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടറിഞ്ഞ് അതിന്റെ മുൻപാകെ കവിണ്ണു വീണ് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് നൽകിയ ഈ അധ്യായങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകട്ടെ. ഒന്നാമതായി നാം ചിന്തിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായിരുന്നു ദാനിയേൽ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ദാനിയേലിനെ കുറിച്ചുള്ള വിശദീകരണം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. സമയത്തിന്റെ ലഭ്യത കുറവുകൊണ്ട് എല്ലാ വാക്യങ്ങൾ പറയാതെ ഉദ്ധരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേലിനെ കുറിച്ച് പറഞ്ഞാൽ താനൊരു പ്രവാസിയാണ്. താൻ എത്തിയിരിക്കുന്ന നാട് തന്റെ സ്വന്തം നാടല്ല. അത് ബാബിലോണിയ സംസ്കാരത്തിനും ജീവിതത്തിന് അനുസൃതമായ ഒരു അവസ്ഥയിലുമാണ് താൻ എത്തിയിരിക്കുന്നത്. എന്നാൽ ദാനിയേലിന് ഒരു പ്രത്യേകതയുണ്ട്. തനിക്ക് സ്വന്തമായ നാടുണ്ടായിരുന്നു. തന്റെ പിതാക്കന്മാരുടെ ദൈവം തനിക്കുണ്ട്. താൻ അന്യനായി പരദേശിയായി വന്നിരിക്കുന്ന ഈ നാട്ടിൽ തന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തുവാനും തന്റെ ബലിഷ്ഠമായ കാലുകളെ മടക്കുവാനും തന്റെ ഹൃദയത്തെ ഉയർത്തി സ്വർഗത്തെ ചായക്കുവാനും കഴിയുന്ന അനുഗ്രഹീതമായ പാരമ്പര്യത്തിനുടമയായ ദാനിയേൽ തനിക്കാരെയും ദൂഷേണ്ട കാര്യമില്ല. താൻ ഇരിക്കുന്നത് പ്രവാസിയായിട്ടാണ്. ഇത് ബാബിലോണിലെ മണ്ണിലാണ്. അവകാശമില്ല എന്ന് പറയുവാൻ ഏതേ കാര്യമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ തനിക്ക് ബോധ്യമുണ്ട്. എന്തായാലും എന്റെ ബോധ്യം, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ! ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. വിശദീകരണത്തിലേക്ക് പോയാൽ എല്ലാ ഭാഗങ്ങളിലേക്കും അടങ്ങണം. ദൈവദാസനാകണമെങ്കിൽ അതിന് തെരഞ്ഞെടുപ്പ് വേണം. ഒരു മൂപ്പനാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വേണം. ഒരു ശുശ്രൂഷകനാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വേണം. ഒരു നന്നായി കർത്താവിന് വേണ്ടി പാടണമെങ്കിൽ തെരഞ്ഞെടുപ്പ് വേണം. വാക്ക് അതിനോട് ചേർക്കണം. വിശ്വസ്തനായ പാട്ടുകാരൻ, വിശ്വസ്തനായ പ്രസംഗകൻ, വിശ്വസ്തനായ ശുശ്രൂഷകൻ, വിശ്വസ്തനായ മൂപ്പൻ, വിശ്വസ്തനായ ദൈവദാസൻ. അതിന് പുറകിൽ ദൈവീക തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. ദൈവം തെരഞ്ഞെടുക്കാത്തവരെ ദൈവത്തിന് വേണ്ടി മഹത്വരമായി സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. എന്തായിരുന്നു പ്രത്യേകത? ആവശ്യം വന്നാൽ തല കൊടുക്കുമായിരുന്നു. കൊടുത്തു. എളുപ്പമല്ല കേട്ടോ. ദൈവം അയച്ചതാണെങ്കിൽ സ്വന്തം ജീവിതത്തെ വിലയേറുക എന്നാതെ സത്യത്തിന് വേണ്ടി തലയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പണ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയക്കട്ടെ, ദൈവം എഴുന്നേൽപ്പിക്കട്ടെ, ദൈവം ഉപയോഗിക്കട്ടെ. ദൈവത്തിന്റെ ശബ്ദം എല്ലാ ആത്മിക ശുശ്രൂഷയുടെയും പുറകിൽ ധ്വനിക്കട്ടെ. ഹൃദയത്തിന്റെ അകത്തളത്തിൽ ദൈവ ശബ്ദം അടിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ മുഖം കാണുവാൻ തക്കവണ്ണം നമ്മുടെ ജഡീക കണ്ണുകളെ തുറക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണിൽ അടഞ്ഞിടക്കുന്ന ആ ജഡീകതയെ പൂർണ്ണമായി തുറക്കുന്ന ദൈവ ശബ്ദത്താൽ ആചരിച്ചതായിരിക്കുന്ന ഭക്തന്മാരെ കൊണ്ട് ദൈവം അനുഗ്രഹീതനായിട്ടെ. അതാണ് ദൈവാഗ്രഹം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം താൻ തെരഞ്ഞെടുക്കുന്ന ആളുകളാണ്. ദാനിയേൽ വിശ്വസ്തനായ ദാസൻ. എന്റെ കാരണം അറിയാം, ദൈവം തെരഞ്ഞെടുത്തതായിരുന്നു. അത് നോക്കാം. ഈ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യന്റെ അടുത്ത കാര്യത്തെ കുറിച്ച് നന്നായിട്ട് അറിയാമോ? 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ സമ്പൂർണമായി ദൈവത്തിന് ആശ്രയിക്കുന്നതായിരുന്നു. ദൈവം അയക്കുന്ന ആളുകൾ ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുന്നവരായിരിക്കും. നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിലെ ആ വാക്യങ്ങൾ വായിച്ചാൽ
പ്രത്യേകമായ ചില വാക്കുകൾ അവിടെ ശ്രദ്ധേയമാണ്. താന് അതിന്റെ 12ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മെൽസസിനോട് പറയുന്ന ഒരു പ്രത്യേകമായ പ്രയോഗം നാം വായിക്കുന്നുണ്ട്. അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാകപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക. ഇവിടെ വളരെ ധൈര്യപൂർവ്വം പറയുന്ന ചില വാക്കുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാജാവിന്റെ നിയോഗത്താൽ വന്നിരിക്കുന്ന പ്രതിനിധിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ധീരമായ ഒരു വെല്ലുവിളി. എന്താ പറയാ, രാജാവ് കൊടുത്തിരിക്കുന്ന രാജകൽപ്പനയാണ് ഇസ്രായേൽ മക്കളിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുക്കണം. ഈ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് നമ്മുടെ പാറ്റേൺ, നമ്മുടെ രീതി അനുസരിച്ചുള്ള ഭക്ഷണങ്ങളുണ്ട്. അതിനല്പം വീഞ്ഞു കളർത്തിക്കോ, രാജകീയ ഭോജനം കൊടുത്തോളൂ. കാരണം കൊട്ടാരത്തിൽ നിന്ന് വരുന്ന ആളിന് മുഖം വാടിയിരിക്കാൻ പാടില്ല. കൊട്ടാരത്തിൽ ആ കൊട്ടാരത്തിന്റെ ഉടമസ്ഥനായ രാജാവിന് അപമാനമാണ്. കൊട്ടാരത്തിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ്, ചില മാസങ്ങൾ പരിശീലനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു പുരുഷനെ നാട്ടുകാർ നോക്കിയാൽ, ബാബിലോണിൽ നോക്കിയാൽ കണ്ണു പിഴിഞ്ഞും കവിളൊട്ടിയും മുഖം വാടിയിരിക്കുന്ന ഒരു പുരുഷനെയും എന്റെ കൊട്ടാരത്തിൽ കണ്ടുകൂടെ. അതുകൊണ്ട് എന്റെ കൊട്ടാരത്തിൽ, എന്റെ തീന്മേശയിൽ ഏത് വിധത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ എനിക്ക് നൽകുന്നുവോ അതിന് തത്തുല്യമായ ആഹാരം കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കണം. രാജാവേ, കൽപ്പന കൊള്ളാം, പക്ഷേ സോറി, എനിക്കൊരു പ്രയാസം അഡ്ജസ്റ്റ് ചെയ്യാൻ. എനിക്കൊരു പ്രമാണമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്ക് പിതാക്കന്മാർ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ഇത് വിട്ടുള്ള പ്രവൃത്തിയിലേക്ക് ഒരു കാരണവശാലും തിരിയാൻ തയ്യാറല്ല. അദ്ദേഹം അവരോട് നിൽക്കുകയാണ്. നിൽക്കുന്നതിന് പുറകിൽ തന്നെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികാരമുണ്ട്. എന്നെ വിളിച്ച എന്റെ ദൈവം, എന്റെ പിതാക്കന്മാരെ വിളിച്ച ദൈവം, ഈ മുഴുവൻ ജനത്തെയും ലക്ഷോലക്ഷം ജനത്തെ ഇതുവരെ പുലർത്തിയ ദൈവം, ഈ ദൈവം ഇതുവരെയും ദൈവമായി, യഥാവാനായി, നിലകൊള്ളുന്നവനായി, അനുഗ്രഹിക്കുന്നവനായി, ഉപയോഗിക്കുന്നവനായി, ശക്തീകരിക്കുന്നവനായി കണ്ടിരിക്കുന്നത് കൊണ്ട് എന്റെ കണ്ണ് കണ്ടത്, എന്റെ ചെവി കണ്ടത്, എന്റെ കൈ തൊട്ടത്, എന്റെ നാവ് രുചിച്ചത് ഞാൻ തള്ളിക്കളയുകയില്ല. സോറി, നടക്കുന്നില്ല, കാര്യമെല്ലാം ശരിയാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു കാരണവശാലും രാജാവേ നിന്നോട് കൂട്ടില്ല. എത്ര ധീരമായ ഒരു തീരുമാനമാണ് ദാവീദിന് നിങ്ങൾക്ക് മനസ്സിലായത്. ഇന്ന് പോർക്കാലം ഞാൻ പറയട്ടെ, നാം ആരും ഇവിടുത്തെ എന്റെ കൂട്ടുസഹോദരൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നാം ആരും ഇവിടുത്തെ സ്ഥിരവാസികളല്ല. നമുക്ക് ശാശ്വതമായ ഒരു നാടുണ്ട്. കർത്താവ് വാത്സല്യം ചെയ്യാൻ സാധിച്ചതുപോലെ എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു നാടുണ്ട്, എനിക്ക് പോകുവാൻ ഇടമുണ്ട്. അതിനെക്കുറിച്ച് അവരുടെ കാത്തുന്ന വിശുദ്ധന്മാരെ ഓർത്ത്, പിതാക്കന്മാരെ ഓർത്ത്, അവരുടെ ജീവിതം ഓർത്ത്, അവരുടെ സമർപ്പണം ഓർത്ത്, അവരുടെ ത്യാഗം ഓർത്ത്, അവരുടെ കഷ്ടപ്പാടുകളെ ഓർത്ത് ഹല്ലേലൂയ ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. അർഹതയില്ലെങ്കിലും എന്നെയും ആ പാതയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ ഹല്ലേലൂയ ഞാൻ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ കഴിയും, നാം ആയിരിക്കുന്ന രാജ്യത്തിന്റെ സംസ്കാരത്തിൽ, നാം ആയിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭക്ഷണ രീതിയോട്, സംസർഗ നിലപാടുകളോട്, സമ്പർക്ക നയങ്ങളോട്, ജീവിത നയങ്ങളോട് ഇതേ വാക്ക് പറയുവാനായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നു. ഒരു കാലത്ത് കർത്താവിനെ സ്നേഹിച്ച് വീട് വിട്ടിറങ്ങി കഠിനാധ്വാനത്തിലൊക്കെ മുൻപോട്ട് വന്നു, ആഹാരം തന്നു, വിദ്യാഭ്യാസം തന്നു. ഒരു സന്ദർഭത്തിൽ അമേരിക്കയിലേക്ക് എത്തുവാൻ കഴിഞ്ഞ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചു വന്ന മാതൃകപ്രകാരം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നയിക്കുന്നുവോ? നിങ്ങളെ നടത്തിയ വിധങ്ങളെ നിങ്ങൾ മറന്നുകൊണ്ടാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അയക്കുന്നതായി എന്ന് ചിന്തിക്കുവാൻ ദൈവം നിങ്ങളെ ഈ കോൺഫറൻസിൽ കൂട്ടിവെച്ചിരിക്കുന്നു. ആമേൻ. വെറുതെയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ബോധം സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേലെ ഐക്യമാറാകട്ടെ. എനിക്കറിയാമുണ്ടെന്ന് ഇല്ലാത്തതുകൊണ്ടല്ല. ഒന്നും കൂടെ ആ ഉള്ള ഓർമ്മയെ ദൈവാത്മാവിനാൽ, കർത്താവിന്റെ ദാസനെന്നുള്ളതിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഉദ്യമിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന് പോൽക്കാലം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം,
എനിക്ക് ദൈവം നയിക്കുന്ന തീരുമാനത്തിൽ നിർവഹിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനം? അത് നമുക്ക് ശ്രദ്ധിക്കാം. വളരെ ചുരുങ്ങിയ സമയം, നമ്മൾ എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കണമല്ലോ. എന്താണ് അദ്ദേഹം പറയുകയാമോ? ഒരു കാര്യം ചെയ്തോളൂ, നീ ആ രാജകീയ രീതി അനുസരിച്ച് അതിന്റെ വിഭവം എല്ലാം കൊണ്ടുള്ള. പക്ഷേ എനിക്ക് തരുമ്പോ പ്രത്യേകമായ വിഭവം വേണം. അതെന്തായിരിക്കും? പറച്ചിലൊക്കെ കേട്ടാൽ തോന്നും രണ്ട് വലിയൊരു ലിസ്റ്റ് കൊടുക്കാൻ പോവാണ്. എന്നാ ലിസ്റ്റ് അറിയാമോ? പച്ചവെള്ളവും ശാഖപദാർത്ഥവും. കളിയാക്കല്ലേ? ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം 2 ദിവസമാണെങ്കിൽ മനസ്സിലാക്കാം. മാസങ്ങളോളം ഈ പച്ചവെള്ളവും ശാഖപദാർത്ഥവും തന്നാ മതിയെന്ന് പറഞ്ഞാൽ നിനക്കിത് പറയാം. പക്ഷെ രാജാവ് എന്നെ കഴുത്തുന്നത് പൊന്നു മോനെ എന്നെ ചുറ്റിക്കണ്ടേ? ഇത് തല പോകുന്ന ബിസിനസ്. എന്റെ തല കളയാനാണ് അതിന്റെ പരിപാടി. ഓ ശരി, ഒന്നൊരു കാര്യം ചെയ്യാൻ നിനക്കൊരു ധൈര്യം പറഞ്ഞേ, എനിക്ക് സംശയം. നീ ഒരു കാര്യം ചെയ്തു, ഒരു ടെസ്റ്റ് ഡോസിനെ വിളിച്ചോ, ഒരു 10 ദിവസം നിങ്ങൾ തന്നാലേ എന്താ വെച്ചാൽ ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ മുഖത്തോടെ നോക്കാം. എന്നിട്ട് നീ ഇതേ നിന്റെ ആ ഭയങ്കര ഭോജനമൊക്കെ കൊടുക്കും. അവരെ ഒന്ന് വിളിച്ച് നിൽത്തിട്ട് അവരുടെ മുഖം നോക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ ഓഞ്ഞ് താറുമാറായി തകർന്ന് തരിപ്പണമായെങ്കിൽ നീ പറയും ഞാൻ വന്ന് കേട്ടേക്കാം. അതിങ്ങോട്ട് വന്നേ. എന്താ കാര്യം അറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, അദ്ദേഹം ആവശ്യപ്പെടുന്നതുണ്ടല്ലോ ഒറിജിനൽ സംഗതി. ഈ ശാഖപദാർത്ഥം എന്നുള്ളത് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് വെജിറ്റബിൾസ് എന്നാണ്. ഇംഗ്ലീഷുകാരെ ഞാൻ പറഞ്ഞില്ല, 10ാം ക്ലാസ്സിൽ 3 തോറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാം ഒന്നും വെല്ലുപിടുത്തൊന്നുമില്ല. എന്നാലും വെജിറ്റബിൾ എന്ന് പറയാം. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം അറിയാൻ കഴിയുന്നത് ഇച്ചിരി കഴിയുമ്പോൾ ഒരു 1/2 മണിക്കൂറിനാണ് എനിക്കറിയാൻ പറ്റും. അവിടെ ചെല്ലുമ്പോഴല്ലേ വെട്ടിപ്പൊട്ടി വെച്ചിട്ട് ഈ അരി ഇതെല്ലാം കാര്യത്തിലാണ്. എന്ത് ദൈവം, ഞാൻ ആദ്യത്തെ ദിവസം കർത്താവ് ഞാൻ എങ്ങനെ ഈ കോൺഫറൻസ് ഒക്കെ കഴിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകമാണ് നീ പഠിക്കാൻ തന്നത്. നീ സന്തോഷമൊക്കെ ഉള്ളൂ, ഒരു വിഷമവുമില്ല. എന്താ പക്ഷെ ഒരു സംഗതി നീ ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തില്ല. ഇടാ മോനെ, നീ നാട്ടിൽ ഇത് എരിവ് ചേർത്ത് പുളി ചേർത്ത് വേയിച്ച് എണ്ണയിലിട്ട് കടുക് പൊട്ടിച്ച് മൂപ്പിച്ച് ആകെപ്പാടെ കാച്ചി കുറുക്കി ചക്കരമായിട്ട് നോക്കും. മുഴുവനും പ്രഷറും പിടിച്ച് അതും പിടിച്ചിട്ട് വരാറാ. പക്ഷേ ഈ പച്ചലെങ്ങനെ ഞാനെന്നാ പറയോ, എനിക്ക് ആ പച്ച അതിനകത്ത് വേറൊരു കൃത്രിമം വേണ്ട. ഇനി വെള്ളം, പച്ചവെള്ളം പറയുന്നേ. കർത്താവോടൊക്കെ പറഞ്ഞല്ലോ, ഈ ദാസന്മാർക്ക് ഒരു ചെറിയ നിന്ന് നിങ്ങൾ വിചാരിച്ച് ഒരു തണ്ണീർ വെള്ളം കൊടുത്താൽ മതി, പച്ചവെള്ളം. പക്ഷെ കൊടുക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ വിളിക്കാൻ തോന്നുന്നു. ഇവിടെ തീരുമാനം എടുക്കും എല്ലാവരും. ദൈവം ഈ പ്രാവശ്യം വിളിച്ചേക്കാം. എന്താ കാര്യം? വെള്ളം കൊടുത്താൽ മതിയല്ലോ. വെള്ളം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നവരുണ്ട്. പോട്ടെ, അത് പോട്ടെ. പക്ഷെ ഒരു കാര്യം, എന്റെ സഹോദരന്മാരെ, വെള്ളം മതി എന്ന് പറഞ്ഞാൽ ആശയം മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ അത് തിളപ്പിക്കേണ്ട, അതിനകത്ത് ചായപ്പൊടി വേണ്ട, പാല് വേണ്ട, ഒന്നും വേണ്ട. ഈ നിന്റെ കിണറ്റില് നീ അങ്ങോട്ട് പോയിട്ട് നിന്റെ കിണറ്റിലേക്ക് നിന്റെ തൊട്ടിയിട്ട് വെള്ളം ഇങ്ങോട്ട് പോയിട്ട് 10 ദിവസം ഇങ്ങോട്ടൊരു പദ്ധതി തന്നേനെ, ഞങ്ങൾ ഇത് കുടിക്കും. നിന്റെ പച്ചക്കറി കുറെ വെട്ടിക്കൊണ്ടുപോയി ആ കണ്ട പച്ചക്കറികളെല്ലാം അരിഞ്ഞുകൊണ്ടുപോയി ഞങ്ങൾ തിന്നും. അപ്പോൾ ഞാൻ ഒരു കാര്യം അറിയാം, എന്തറിയാമോ? ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം കൽപ്പിച്ച വാക്കുകൾ ഞങ്ങളുടെ ഓർമ്മയുണ്ട്. യാതൊരു കൃത്രിമം കൂടാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഈ പ്രവാസിയായിട്ട് ഞാൻ വന്നിരിക്കുന്നെങ്കിലും എനിക്കൊരു ജോലിയുണ്ട്, എനിക്കൊരു ജോലി ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി നിന്റെ മട്ടന്റെ കരുത്താകുന്നു. ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി നിന്റെ രാജകീയ ഭോജനമാകുന്നു. ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി നിന്റെ കരുത്തല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി എന്റെ സൃഷ്ടിയുടെ കരുത്താണ്. അവന്റെ പച്ചവെള്ളത്തിന്റെ കരുത്ത്, അവന്റെ പച്ചിലയുടെ കരുത്ത് ഞാൻ എന്റെ ശുശ്രൂഷയിൽ നിനക്ക് തെളിയിച്ചു തരും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് എന്റെ ചിന്ത പോകുന്ന കാര്യമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സഹോദരന്മാരും ശിഷ്യന്മാരും ഇരിക്കുക. കർത്താവ് നോക്കിയപ്പോൾ എല്ലാവരുടെ കണ്ണും കൂടി ആകെ വിഷമിച്ചിരിക്കുക. മലയാളം കൊല്ലാതെ അങ്ങനെ അവർ കുറയില്ല, പലസ്തീനെ കർത്താവ് മനസ്സിലായി സംഗതി. പത്രോസല്ലേ, അവന്റെ പടകം വിട്ടു, ഇനി വലയും വിട്ടു, ഈ ജോലിയും വിട്ടു, പണിയും വിട്ടൊക്കെ വിട്ടിട്ട് അവര് അടുത്ത നേരം ഈ കളിക്കുന്ന മതി. വയറ് കാത്തുക.
ഈ കത്തുന്ന വയറിനെ മനസ്സിലാക്കി കർത്താവിന്റെ മുഖത്ത് നോക്കി. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തെടുക്കും ഓർത്ത് നീ എത്ര വിചാരപ്പെടുന്നു? എന്നിട്ട് പറഞ്ഞ തുറക്കാതിന്റെ കണ്ണ മേലോട്ടൊന്ന് നോക്ക. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ചില ആളുകളെ തടസ്സപ്പെടുന്നറിയാമോ? വലിയ പ്രശ്നമാണ്. എന്റെ കർത്താവിന്റെ അനുഗ്രഹീതമായ ഉപദേശങ്ങൾക്ക് സ്തോത്രം എന്ന് പറയുമോ? നീ കണ്ണു തുറന്ന എന്നെ കാണും. വിതയ്ക്കാത്ത, കൊയ്യാത്ത, കളപ്പുരയിൽ കൂട്ടുവെക്കാത്ത, ചവിട്ടാത്ത, മെതിക്കാത്ത ഒരു കൂട്ടം ആളുകളെ പുലർത്തുന്ന എന്നെ നീ നോക്കും. ആരാണ് ഞാൻ? സകലത്തിന്റെയും യഥാർത്ഥമായ വശങ്ങളിലേക്ക് സകലത്തെയും ഉണ്ടാക്കുകയും സകലത്തെയും ഒന്നുമില്ലായ്മ വിളിച്ചു വരുത്തിയ ഞാനാണ്. നിന്നെ വിളിച്ചോ എന്നെ അനുഗമിക്കുവാൻ അയച്ചിരിക്കുന്നു നിന്നെ ബോധ്യമാക്കും. ശിഷ്യ അതിന്റെ കണ്ണു മാത്രം തുറന്നാൽ മതി. ആമേൻ. പ്രിയമുള്ളവരെ, ഇനി ഒരു പടി കൂടെ ഞാൻ കൊടുക്കുകയാണ്. 17-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ എന്നെ വളരെയധികം ശക്തിയിൽ ഒരു കാര്യമുണ്ട്. കരം കൊടുക്കാൻ ചില്ലറയില്ല. ഇതേ ശിഷ്യൻ മടങ്ങിയെത്തി പത്രോസ്. ഓരോ ഇത് കൊടുക്കണ്ടേ? കൊടുക്കണം. എവിടുന്ന കൊടുക്കുന്നത്? പണം കൊടുത്തു, മീൻ പിടുത്തം കഴിഞ്ഞു. ഞാൻ നീ കൂടെ പോകും. അതേ ആൾക്കാരെ പിടിച്ചു നിർത്തണം. കരം കൊടുക്കാൻ നേരത്തെ നിന്റെ അടുത്തേക്കല്ല ഞങ്ങളുടെ വിളിക്കണം. ഗുരു പറഞ്ഞു. ഒന്ന് പറഞ്ഞ് മനസ്സിലായല്ലേ? ഒന്നുകൂടെ പറയാം. നിന്റെ ചൂണ്ടെടുക്ക്. പോവാ. നീ അങ്ങോട്ട് പോ, കടലിൽ പോകണം. നീ ആ കടലിൽ പോയി ചൂണ്ടിടണം. ചൂണ്ടിട്ടാൽ നീ അതിന്റെ അറ്റത്ത് കിട്ടുന്ന മീനെ പോകണം. എന്നിട്ടോ നീ അതിന്റെ വായും തുടങ്ങും. എന്നിട്ടോ വായും അതിന്റെ കൊണ്ടു കൊടുക്കണം. ഇതൊരു ശിക്ഷയാ. ഇങ്ങനെ ശിക്ഷ. കർത്താവേ, ഞാൻ കഴിഞ്ഞ ഇത്ര വർഷങ്ങളായിട്ട് ഈ കടല് മുഴുവൻ അരിച്ച് പെറുക്കിയിട്ട് ഒരൊറ്റ മീനിന്റെ കയ്യിൽ നിന്ന് ഒരു ദ്രവഗുണം പോയിട്ട് ഒരു ചില്ലി കാശ് കണ്ടിട്ടില്ല. ഒറ്റ ഡോളർ വാങ്ങി കണ്ടിട്ടില്ല. ഒറ്റ സെന്റ് കണ്ടിട്ടില്ല. ഒരു ഇന്ത്യൻ റുപ്പി കണ്ടിട്ടില്ല. ഒരു സാധനം കണ്ടിട്ടില്ല. നീ എന്നോടാണോ പറയുന്നത്? നീയോ ഒരു ആശാന മകനായിട്ട് ജനിച്ചവനാ. തച്ചുശാസ്ത്ര പക്ഷികൾ പറഞ്ഞ മനസ്സിലാക്കും. മത്സ്യബന്ധത്തെ കുറിച്ച് എന്നെ പഠിപ്പിക്കേണ്ട ഇത് തിരിച്ചു പറയുവാൻ പത്രോസിനുമായി ഒരു വാക്കുണ്ടായില്ല. ആമേൻ. കർത്താവേ ഇറങ്ങി. എന്താ പറയാ? എന്റെ കർത്താവ് കഴിഞ്ഞ 31 വർഷമായിട്ട് പഠിപ്പിക്കുന്നത് പാടുകയില്ല. വിനയ സാധനം പറഞ്ഞു. അന്ന് ഞാൻ സ്വന്തം പറഞ്ഞാൽ കേട്ടു. സാറ് കേട്ടുകാണില്ല. എന്നാ ചെയ്യണം? എല്ലാവരും ഉപദേശമാക്കി എന്തെങ്കിലും കൊടുത്തില്ല. പക്കനെ വന്ന റിസഷൻ വരുമെന്ന് അന്നേ തന്നെയാണ്. എന്നാ പറയാൻ റിസഷൻ വന്നാൽ എന്താ? ഞങ്ങൾക്ക് ഒരു റിസർച്ചുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന സമയമില്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. റിസർച്ചുണ്ട്. ഒരു റിസർച്ചിനെയും ബാധിക്കില്ല. സകലറിയാം. നമുക്കൊരു ഒരു കൽപ്പനയുണ്ട്. എന്നാ കൽപ്പനയാണ്? എടാ കുഞ്ഞെ പത്രോസേ, ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആഴിയുടെ ആഴങ്ങളിലേക്ക് നിന്റെ ചൂണ്ടയുടെ ഒരു കമ്പെറിഞ്ഞാൽ ആ കമ്പിന്റെ അടുത്ത് തൂങ്ങുന്ന മീന് നീ കൊണ്ടുവന്നാൽ മാർക്കറ്റിൽ പോയി വിൽക്കാൻ ആവശ്യമില്ലാതെ, അതിന്റെ മേൽ നീ ഒരു ബിസിനസ് നടത്താൻ ആവശ്യമില്ലാതെ അവിടെയുണ്ട്. ആമേൻ. വിശ്വസിക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവൂല്ലേ? കുറച്ച് വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് ബുദ്ധിമുട്ടില്ല. 50 വരെ കഴിക്കാൻ അനുമതി പറയുന്നത് അതിന്റെ ചെറിയ രോഗമാണ്. സഹിച്ചാലും ക്ഷമിച്ചാലും. സഹോദരൻ ഞാൻ പറയട്ടെ, ഒരു കാര്യം ഉറപ്പാണ്. പത്രോസോട് നമ്മുടെ കർത്താവ് പറയാമോ? നിന്റെ തൊഴില് നിനക്കറിയാവുന്നതനുസരിച്ച് നീ വെള്ളത്തിൽ പോയി നിന്നെ കൊണ്ട് ഞാൻ ഒരു ജോലി ചെയ്യിക്കില്ല. പക്ഷേ അന്ന് വേണമെങ്കിൽ കർത്താവ് പറയാം, അടിമതി യോസേഫിനെ കുറിച്ച് വായിക്കാൻ ധനികനായിരുന്നു. ഈ വരുന്ന എന്റെ വാത്സല്യത്തിൽ പത്രോസിന്റെ വശം എനിക്കും എന്റെ ശിഷ്യനും കരം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ദയവായിട്ട് കാശ് കൊടുത്ത് സഹായിക്കണമെന്നൊരു കത്ത് പോയാൽ ഒന്നല്ല, രണ്ടല്ല, ഈ 12 പേർക്കല്ല, അവിടെ കൂടെ കുടിക്കുന്ന മുഴുവൻ ആൾക്കാർക്കുള്ള കാശ് കൊടുക്കാനുള്ള കടം അരിമത്യക്കാരുടെ ഔസേപ്പിന്റെ കീശകൾ കൊണ്ട്. മോനെ, നിന്റെ കാശ് നിന്റെ കീശ. എന്റെ കാശ് ഞാൻ ഉണ്ടാക്കിയ വെള്ളത്തിൽ ഞാൻ ഉണ്ടാക്കിയ മീൻ ഞാൻ വിളിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ കണ്ടില്ലാത്ത മത്സ്യം, അവന്റെ പിതാക്കന്മാർ കണ്ടില്ലാത്ത മത്സ്യം, അവന്റെ ജീവിതം കണ്ടില്ലാത്ത മത്സ്യം എന്റെ ആജ്ഞയുടെ മുൻപാകെ കോടാനുകോടി മത്സ്യങ്ങൾ നടത്തി നിന്ന് എന്റെ ആജ്ഞയ്ക്ക് വേണ്ടി കിടക്കുന്ന ഒരു മത്സ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സത്യമാണ്. ഉണ്ട് സഹോദരനെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ചുമ്മാ നിങ്ങൾ ആവേശം അല്ല. ഒരാവേശം വേണ്ടിക്കാറില്ല. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവം, സ്വർഗത്തിലെ ദൈവം കരുതുന്നവനായ ദൈവം. ഇന്ന് പല ഓർപ്പിക്കട്ടെ, ദാനിയേൽ വിളിച്ചനുഭവിച്ചിട്ടുണ്ട്. എടാ, ഇത്ര നീ അഹങ്കാരിയല്ലേ? ഒരു ശകല അഹങ്കാരം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ രാജാവിന്
നിങ്ങളുടെ രാജാവ് നിങ്ങൾക്കില്ല. നീ ഞങ്ങളുടെ കൊട്ടാരത്തെ നിഷേധിക്കുന്നു. നിന്റെ കൊട്ടാരം നിനക്ക് വരിക. നീ ഞങ്ങളുടെ ഭക്ഷണം നിഷേധിക്കുന്നു. നിന്റെ ഭക്ഷണം നിന്റെ വേണ്ടകൊള്ളാണ്. നീ ഏതടിസ്ഥാനത്തിൽ പറയുന്നത്? ഞാൻ എനിക്കൊരു അടിസ്ഥാനമുള്ളൂ. എന്നെ ഇവിടെ കൊണ്ടുവരാനും എന്നെ ഇതാക്കാനും കാരണം ഈ പ്രവാസത്തിലേക്ക് ഞാൻ വന്നപ്പോഴും ഈ പ്രവാസത്തിൽ ഞാൻ ഇരിക്കുമ്പോഴും ഈ സാരവാദമാണ് എനിക്ക് തന്നെങ്കിലും ഈ അപ്പത്തില്ലാത്തൊരു ധൈര്യം, ഈ അപ്പത്തില്ലാത്തൊരു ശക്തി എന്റെ കയ്യിലുണ്ട്. നീ കുടിക്കുന്നു വീഞ്ഞ കൃത്രിമമാണ്, നീ തരുന്ന ഭക്ഷണം കൃത്രിമമാണ്. ഞാൻ കുടിക്കുന്നത് ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് യാതൊന്നില്ല. എത്ര സത്യമായ ഒരു കാര്യമാണ്. നമുക്ക് അനുഭവിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കുമാറാകട്ടെ. ഈ വചനത്തിൽ നമുക്ക് നൽകുന്ന ഈ മാതൃക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ പാലിക്കുവാൻ സർവേശ്വരനായ ദൈവം കരുണ ചെയ്യുമാറാകട്ടെ. നാം ഈ കാര്യത്തിൽ എങ്ങനെയുണ്ടായെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാം, ഈ മനുഷ്യനെ കുറിച്ച് വായിച്ചാൽ അതിന്റെ റിസൾട്ട് നാം വായിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ദേശത്തെ മന്ത്രവാദികളെല്ലാം വിളിച്ചു നല്ല ആഹാരങ്ങളെല്ലാം തിന്നാറ്, നല്ല വെള്ളം, നല്ല പാലോ ചായയൊക്കെ കുടിച്ച് മസിലും ഒക്കെ ഉണ്ട്, നല്ല സ്ട്രോങ് ആണ്. ഈ സ്ട്രോങ് ആയ മനുഷ്യൻ വന്നാൽ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കില്ല. നീ നല്ലത് കഴിച്ചു, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, ഭയങ്കര ജ്ഞാനമുണ്ട്, ഒത്തിരി കാര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ നിന്നോടൊപ്പമുള്ള പല ആളുകളും തലകളയും. രാജാവിന്റെ കൽപ്പനപ്രകാരമുള്ള ദർശനത്തിന് വ്യാഖ്യാനം കൊടുത്തില്ലെങ്കിൽ രാജാവിന്റെ സ്വാതഭോജനം പോവും, വീഞ്ഞിന്റെ പോവും, എല്ലാം പോയിപ്പോ ഇതൊക്കെ തീരുമ്പോ നിവൃത്തിയില്ല. പ്രിയമുള്ളവരെ ഓർക്കണമേ, നമ്മുടെ ബുദ്ധിയല്ലാതെ, നമ്മുടെ കൈബലമല്ലാതെ, നമ്മുടെ പേഴ്സന്റെ ബലമല്ലാതെ, നമ്മുടെ സർട്ടിഫിക്കറ്റിലെ ഡിഗ്രി അല്ലാതെ സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ ധാരാളമായി നൽകുന്ന ചില നിശ്ചലമായ കാര്യങ്ങളുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുന്ന ഒറ്റപ്പെട്ട ചില ആത്മീയ അനുഭവങ്ങളുണ്ട്. നാം അത് പ്രാപിക്കാറുണ്ടോ? സാധിക്കുന്നതാണോ? സാധിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവകാശമില്ലാത്ത എനിക്ക് ഈ വചനം എന്റെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളോട് പറയുന്നു. ഇന്ന് പോൽക്കാലം നാം എപ്പോഴായിരുന്നു എന്തായാലും ഇതിൻ്റെയൊക്കെ രഹസ്യം ഒരു വാക്യം വായിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി ഒരു ഗ്രൂപ്പ് പ്രയത്ന സമയം വേണമെന്ന് ഇതിന്റെ ചുമതലപ്പെട്ട ആളുകൾ എന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് നീട്ടുവാനായിട്ട് എനിക്ക് സാവകാശമില്ല. വളരെ ധ്യാനപൂർവ്വം പഠിക്കേണ്ട ഒരു പിടി കാര്യങ്ങൾ ഈ അധ്യായങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവിന് വേണ്ടി ധീരമായി നിന്നാൽ നമ്മുടെ പ്രാപ്തിക്ക് അതീതമായത്, നമ്മുടെ കണക്കൂട്ടുകൾക്ക് അതീതമായത് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യും. ദൈവം ആരെന്ന് നമ്മുടെ ചെറിയ ജീവിതത്തിലൂടെ സമകാലികന്മാരുടെ മുമ്പാകെ തന്നെ സ്ഥാപിക്കും. ദൈവം നമ്മെ സഹായിക്കുന്നതാകട്ടെ. ദൈവമായ കർത്താവിന് മുൻഗണന കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് വേണം. തീർച്ചയായും ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആലോചന ചോദിക്കാൻ അവസരം കിട്ടിയപ്പോൾ താൻ പോകുന്നത് തന്റെ ആ കൊട്ടാരത്തിലെ രാജാവിലേക്കല്ല താൻ പോകുന്നത്, ദൈവസ്ഥലത്തിലേക്ക് പോയി ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവത്തിനായിരുന്നു മുൻഗണന. കാരണം തനിക്കറിയാം, ഈ ശാരപദാർത്ഥത്തെ വെല്ലുവിളിക്കുന്ന, അതിജീവിക്കുന്ന, ഈ പച്ചവെള്ളത്തെ അതിജീവിക്കുന്ന, പുഷ്ടിയും പൊലിമയും തന്ന് നിലനിർത്തിയിരിക്കുന്ന ദൈവത്തോടാണ് ഞാനൊരു ശുശ്രൂഷ, ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുന്നതിന് അതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഇവിടെയുള്ള ബാക്കി മന്ത്രവാദികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളൊക്കെ അവിടെ ചെയ്ത് എന്നതാണ് പറഞ്ഞത്, ഞാൻ ഇന്നത് പറഞ്ഞു അതൊത്തില്ല, അടുത്ത ആൾ നീ എന്നാ പറഞ്ഞു അതൊത്തില്ല, നീ എന്നാ പറഞ്ഞു അതൊത്തില്ല. ശരി, നിങ്ങൾ ഇത്രയും ആളുകൾ ഒത്തില്ലെങ്കിൽ ഇനി ഞാൻ വേറെ ഒരെണ്ണം കൂടെ സംഘടിപ്പിച്ച് വരണമെന്ന് പറഞ്ഞു നോക്കാം. ഇല്ല, ആരോടും ചോദിച്ചില്ല, ഒരഭിപ്രായവും വേണ്ട. തനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിന് ആലോചന ചോദിക്കേണ്ടത് സർവത്തിന്റെയും ഉടമയായ ദൈവത്തോടാണ്. ദൈവത്തോട് ആലോചന ചോദിക്കുക, ദൈവത്തിന് മുൻഗണന കൊടുക്കുക. ദൈവത്തിന് മുൻഗണന കൊടുത്താൽ ദൈവം നിങ്ങളെ വിടത്തില്ല. എന്റെ മൂത്ത മോന്റെ പേര് ജോബ് എന്നാണ്, ഇയ്യോബ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇയ്യോബ് എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ പുത്രനാണ്. ഇന്ന് കോട്ട് നോക്കിയിട്ട് നല്ല മിടുക്കനായിട്ട് അമേരിക്ക വന്നിരിക്കുക. പക്ഷെ ഞാൻ ഈ മൂക്കന്മാരുടെ ആദ്യകാലത്ത് സൂക്ഷിക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കഷ്ടതയുടെയും പട്ടിണിയുടെയും ബുദ്ധിമുട്ടിന്റെയും ഒപ്പം വീർണത്തിന്റെയും കാലഘട്ടമായിരുന്നു.
എന്നെ കൊല്ലാൻ വന്ന കേരളത്തിലുണ്ടോ? ഉണ്ട്. പീഡനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതെല്ലാം പറഞ്ഞാൽ കിട്ടാറുള്ളത് കളയാൻ ഇപ്പം ഞാൻ തയ്യാറല്ല. അതിന് പക്ഷെ ഒരു കാര്യം, ആ കാലത്ത് എനിക്ക് മോനെ ദൈവം അവനറിയോ, അവൻ പഠിച്ചു അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അവന് +2 കഴിഞ്ഞ് കോളേജിൽ പോകണമെങ്കിൽ എൻട്രൻസ് ഉള്ളതാണ്. പപ്പായുടെ എൻട്രൻസ് ഉണ്ട്. അവൻ്റെ മോനെ പപ്പയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എൻട്രൻസ് കോച്ചിങ് വിടാനുള്ള സ്ഥിതി ഒരിക്കില്ല. ഞാൻ ആരെയും ഈ കാര്യം പറഞ്ഞ് അറിയിക്കാൻ തയ്യാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞായറാഴ്ച ആരാധനയാണ് പോകും. നീ ദൈവത്തിന് മുൻഗണന കൊടുക്കണം. പോയില്ല. അലഹബാദ് യൂണിവേഴ്സിറ്റി എൻട്രൻസിന് വെറുതെ പോയിടാൻ പറഞ്ഞു. ആ പ്രാർത്ഥിക്കാതെ നീക്കിക്കോ. ഏതായാലും ഞാൻ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ പുസ്തകം പിടിച്ച് നടക്കല്ലേ, നീ എന്ന് പോയി എഴുതി. അവന് 1ാം റാങ്കൊന്നും കിട്ടിയില്ല. എന്നാലും 194ാം റാങ്ക് കിട്ടി. 5000 എഴുതി കൂടെ കിട്ടിയത്. റാങ്ക് കിട്ടുന്നതും അല്ല പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷം അവൻ അടിയൊന്നും കിട്ടാൻ പറയും. റാഗിങ്ങൊന്നും അടി. അപ്പോൾ പുറത്ത് പോകാൻ പാടില്ലാന്ന് നിയമം. അവൻ എന്നെ ഒരു ദിവസം കരഞ്ഞോണ്ട് വിളിച്ചു, പപ്പ എന്നാണ് എന്നെ ഇന്നൊരു 100 വരെ ഞാൻ എണ്ണി, ഇനി എണ്ണി എന്തിനാണ്? ഞാൻ ആരാധനയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. എന്നെ കൊന്നാലും ഞാൻ ആരാധിക്കും. എൻ്റെ പപ്പ എന്നെ എൻട്രൻസിന് വിടാതിരുന്നത് ആരാധന പോകുന്നതാണ്. നിങ്ങൾ ഞാൻ ആരാധിക്കുന്നു. ആടി കൊണ്ട് അവശനായി കിടന്ന കൊച്ച് വണ്ടി വിളിച്ചവൻ ആരാധിക്കുന്നു. കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. മറ്റു ദിവസം എന്നെ വിളിച്ചിട്ട് കാര്യം എന്നാ കർത്താവിന് സംസാരിച്ചു. അതുകൊണ്ടോ ഞാൻ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. അതൊരു നല്ല കാര്യമില്ല. കരയുടെ കാര്യമാണോ? ഇവിടെ ഒരു ഒളിമ്പിക്സിൽ പോയിട്ട് വിജയിയായിട്ടിനോട് വരുന്ന ഒരു കരയോടെ മിടുക്കനായിട്ട് കർത്താവ് സ്തോത്രം ചെയ്യും. ഞാൻ എങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി? അത് വേറെ അതിന്റെ വിധമൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളിക്ക് ജോലി കിട്ടണം. ജോലി കിട്ടിയാൽ പുള്ളിയുടെ മുഴുവൻ പൈസ കർത്താവിന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇവരെ വളർത്തി വന്നു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെയോ വളർന്നു വന്നുകൊണ്ട് അവർ തീരുമാനമെടുത്തു. എന്റെ ജീവിതകാലത്ത് അധ്വാനിച്ചു കിട്ടുന്ന കാശ് മുഴുവനും അവിടെ പഠിച്ച് കർത്താവിന്റെ വിളിക്ക് പോകുന്ന യുവാക്കന്മാർക്ക് വേണ്ടി അയച്ചു കൊടുക്കണം. അങ്ങനെ ഉപദേശിമാരുണ്ട്. ഉണ്ട്. അവർ ഉപദേശപ്പടി ജോലി ചെയ്യുക, കർത്തവ്യം വേണ്ടി കൊടുക്കുക. അങ്ങനെ ആകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നാളെ അങ്ങനെ അല്ലാതെ പറഞ്ഞല്ലോ അത് വരരുത്. പ്രാർത്ഥിക്കാൻ നമുക്ക് കർത്താവിന് വേണ്ടി മുന്നേ കൊടുത്താൽ അവന് ഡിസ്റ്റിങ്ഷനിൽ പാസ്സായി. എല്ലാ കോഴ്സും കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി 2ാമത്തെ വർഷം ഈ അമേരിക്കയുടെ ഒരു സഹോദരനെ വിളിച്ചപ്പോൾ സംസാരിച്ചു. എവിടെയാണ് നിന്ന പോലെ പറഞ്ഞു, ബ്രദറെ അടുത്ത മാസം മുതൽ ഞാൻ അവന്റെ ഫീസ് അയച്ചു കഴിഞ്ഞ് അവന്റെ പഠനത്തെ കുറിച്ച് ബ്രദർ പറയുന്നതാണ്. സ്വത്രം അവന് മുഴുവൻ പഠിപ്പിച്ചതാണ്. അത് ഈ പുസ്തകത്തിന്റെ ഗുണം മുമ്പേ ഞാൻ അടിയാതെ സ്വന്തം പറയുള്ളൂ. ചിലത് നിങ്ങൾ ആ സഹോദരൻ ഉണ്ടോ എനിക്ക് എടുത്തില്ല കേട്ടോ. ആ സഹോദരൻ എന്നെ അങ്ങനെ പറയാൻ ആരും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കല്ല. എന്നെ ഒരു പരിചയമുള്ള സഹോദരനല്ല കേട്ടോ. അല്ലെങ്കിൽ ആ നല്ല ബന്ധങ്ങളൊന്നുള്ള സഹോദരനല്ല. അദ്ദേഹം ഏറ്റു. അവന്റെ മരണം മുഴുവൻ പൂർത്തിയാക്കി. അവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു. ഒരു ജീവിതത്തെ സമർപ്പിക്കുവാൻ കർത്താവിന് വേണ്ടി മുൻഗണന കൊടുത്താൽ അടികൊണ്ടും ആരാധനയിൽ പോകുമെന്ന് വെച്ചാൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുന്ന തേജോമയനായ ഉന്നതനായ എന്റെ കർത്താവ് ദൈവമായവനാണ്. ആ കർത്താവിനെ നമുക്ക് അങ്ങനെ സ്നേഹിക്കാം, അവനെ അങ്ങനെ നമുക്ക് ആദരിക്കാം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 6ാമത്തെ ആയതിന്റെ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ സകല രഹസ്യങ്ങളും അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ രഹസ്യങ്ങളും അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 6ാമത്തെ 10ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ രേഖ എഴുതിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാലിന്യമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്നൊരു നല്ല വാക്യം. എന്താ മനസ്സിലായോ? ഈ പച്ചവെള്ളവും ഈ പച്ചിലിയും മതിയും എന്ന് ഇദ്ദേഹം പറഞ്ഞ രഹസ്യം മനസ്സിലായോ? ഇതിന്റെ മുഴുവൻ രഹസ്യം ഇവന്റെ കിളിവാതിലാണ് തുറന്നിരുന്നത്. ഇവിടെ നീ ഇരിക്കുന്ന എവിടെയാ? ഞാൻ ഇരിക്കുന്ന ബാംഗ്ലൂർ. നീ എങ്ങോട്ടാ തുറക്കുന്നത്? ഞാൻ തുറക്കുന്നത് ഈ യെരൂശലേമിലേക്ക്. എന്നിട്ട് നീ എന്നാ ചെയ്യുന്നത്? ഞാൻ യെരൂശലേമിലേക്ക് തുറന്നിട്ട് മുട്ടലൊക്കെ നിൽക്കും. എന്നിട്ട് ഞാൻ ഒരു 3 ദിവസം കുളിക്കും, 3 നേരം കുളിക്കും. സ്തോത്രം. ബന്ധക്കോസുകാരനല്ല, ഉജ്ജൽ കൊടുക്കാരൻ ദൂരാക്കൂടെ പോയിട്ടില്ല. സ്തോത്രം പറഞ്ഞോട്ടെ. സ്തോത്രം കേട്ടോ. ഒരു കാര്യം പറയാം. എന്താ അറിയാമോ? മുട്ട തഴമ്പുള്ള ഉപദേശം. ദാനിയേൽ ഉപദേശിക്കും, മുട്ട തഴമ്പുള്ള ഉപദേശിക്കും. അതെ, നമുക്ക് മുട്ടുകുത്താൻ പറ്റുമോ? അമേരിക്ക പറഞ്ഞാൽ മുട്ടുകുത്താൻ പറ്റുമോ? അതിന്റെ ആവശ്യം മുട്ടുകുത്തുക എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാലും കൂടെ കയറി അത് ഇടയ്ക്കിടയ്ക്ക് വിറച്ചുകൊടുക്കുമ്പോൾ മാത്രമേ ആരാധന പോലും ആരാധനയാവുള്ളൂ. ഇവിടെയല്ല.
ഇവിടുത്തെ കാര്യമല്ല ആരാധന. എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു തമാശ പോലെയായി പോകുന്ന കാലമാണ്. പ്രിയമുള്ളവരെ, വേദന കൊണ്ടാണ് പറയുന്നത്, വിഷമം കൊണ്ട്. ഇന്നിപ്പോ നമുക്ക് പ്രശ്നമായി, മുട്ടിനൊക്കെ പ്രശ്നമായി, ബുദ്ധിമുട്ടൊക്കെ ആയി. പക്ഷേ ഒരു കാര്യം വേണ്ടി ആവുന്നവരോട് ഞാൻ പറയാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപാകെ മുട്ടുകുത്ത ഗസനെ വന്ന കർത്താവ് എന്ത് ചെയ്തു? കല്ലുകൊള്ളം പറഞ്ഞ് ഗസനേക്ക് വേണ്ടിയിട്ട് അവന്റെ മുഴങ്കാലിനെ മടക്കി ശിഷ്യന്മാരുടെ മുൻപാകെ, എഫെസോസിലെ വിശ്വാസം മുൻപാകെ ധന്യനായ പൗലോസ് നമുക്ക് മാതൃകയുള്ള പുരുഷൻ മുട്ട് മടക്കിയ അവൻ യെരൂശലേമിലേക്ക് കണ്ടു. ഏതാ യെരൂശലേം? വെളിപ്പാട് ദിവസം 21 അധ്യായത്തിൽ വായിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഒരു പുതിയ യെരൂശലേം ഇറങ്ങി വരാൻ പോവുകയാണ്. അല്ലയോ ഭക്തന്മാരായ വിശ്വാസികളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും 3 തവണ പറയത്തില്ല, ഒരു പ്രാവശ്യമെങ്കിലും ജീവനുള്ള തേജോമായ ദൈവത്തിന് മുൻപാകെ നമ്മുടെ ഹൃദയത്തിലെ കവാടങ്ങൾ സ്വർഗീയ യെരൂശലേമിലേക്ക്, പുതിയ യെരൂശലേമിലേക്ക് തുറന്നിട്ടുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, കർത്താവേ നീ എനിക്ക് തരണമെന്ന് അങ്ങനെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന എത്ര വിശ്വാസികൾ ഇവിടെയുണ്ട്? കാരണം കൈവക്കാൻ ഞാൻ പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യാറുള്ളത്? മക്കളെ ഓർത്തു, കൊച്ചുമക്കളെ ഓർത്തു, നാട്ടിലെ സ്വന്തക്കാരെ ഓർത്തു, ബന്ധക്കാരെ ഓർത്തു പ്രാർത്ഥന എഴുതുക. പിന്നെ നമുക്ക് എല്ലാവർക്കും ആശ്വാസമാണ് പറയാം. എന്നാ പറയുന്നത്? ശംഭോല സഹോദരനെ ഓർത്ത് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചു. എങ്ങനെ? ഇന്ത്യയിലുള്ള കർത്താവ്, ഇന്ത്യയിലുള്ള അവിടുത്തെ എല്ലാ ദാസന്മാർക്കും വേണ്ടി സ്തോത്രം. വണ്ടിയൊക്കെ ആക്കുല പോകുമ്പോഴല്ലോ 1000 സ്വന്തം കൊട്ടക്കണക്ക് കൂടി എന്ന് പറഞ്ഞേക്കുക. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എളുപ്പമാണ് 1000 ഒന്നിച്ചടിച്ചേക്കുക എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണ്? ഇന്ത്യയിലുള്ള മുഴുവൻ ഉപദേശമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറച്ച് സഹോദരന്മാർ ആഫ്രിക്കയിലുള്ള മുഴുവൻ വിലയും വളരെ സ്പഷ്ടമായിട്ട് സ്ഥലം പറഞ്ഞു, ആവശ്യം പറഞ്ഞു, ശുശ്രൂഷകളെ പറഞ്ഞു, ഒക്കെ കേട്ടു. പക്ഷെ ഇന്ന് പോയി പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ ആഫ്രിക്കയിലുള്ള മുഴുവൻ ദാസന്മാർ എന്തൊരു ഭാരമെന്ന്, ആഫ്രിക്കയിലുള്ള മുഴുവൻ ഉപദേശമാരെ അനുഗ്രഹിക്കുന്നു. എന്തൊരു ആത്മഭാരമാണ്. ഏതാത്മഭാരം പറയാൻ അവനവർക്ക് ഇന്ന് അയ്യോ നിർത്താമോ? നമുക്ക് ആ യെരൂശലേമിലേക്ക് നോക്കാം. ആ പുതിയ യെരൂശലേമിലേക്ക് നമ്മുടെ കണ്ണു നമുക്ക് അവിടെ പ്രവേശിക്കാം. പക്ഷെ നമുക്ക് ഇച്ചിരി അഡ്വാൻസ് ആയിട്ട്, അല്പം ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കണ്ണുകളെ അങ്ങോട്ടൊന്ന് നോക്കാം. ആ കവാടങ്ങൾ തുറക്കാം. മുട്ടുമേൽ നിന്നുകൊണ്ട് ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ അടിസ്ഥാന പ്രമാണം പറയുന്നത് മുട്ടത്താഴ്മ. അതാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്. സ്പെഷ്യൽ ട്രെയിനിങ് പ്രയത്നം. മക്കളെ സൗകര്യം ഉണ്ടെങ്കിൽ സമയം കിട്ടുകയാണ് 1 മാസം കൊണ്ട് വിടും. ഞങ്ങൾക്ക് നല്ലൊരു കളയാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന പല പിതാക്കന്മാർ ഗൾഫിൽ നിന്ന് നോക്കി ഓരോ മാസം പിള്ളേരെ വിടുന്നുണ്ട്. നിങ്ങൾ കാശൊക്കെ ഉണ്ടാക്കി പിള്ളേരെ അതിലേക്ക് ഇറങ്ങാൻ പറ്റും. ഒന്ന് വിടും. ഒരു പരിശീലനം ഇല്ല. പ്രാർത്ഥനയുടെ പരിശീലനം, ആത്മീക ശുശ്രൂഷയുടെ പരിശീലനം, ദൈവത്തെ സ്നേഹിക്കാനുള്ള പരിശീലനം നമ്മുടെ കണ്ണുകൾ അങ്ങനെ തുറക്കുന്നു. 3 മാസം 2 മാസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലീവ് ഉള്ളപ്പോൾ അവരെ നമ്മൾ എവിടേക്ക് അയക്കുക? നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. ഇന്ന് രാവിലെ നാം കണ്ടല്ലോ ദൈവഹിതം കൃത്യമായിട്ട് നാം അറിഞ്ഞില്ലേ? വ്യക്തിപരമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിനോട് പ്രതികരിക്കണം. കർത്താവ് വിശ്വസ്ത ദാസനായ ദാനിയേലിനെ കുറിച്ച് എന്നെ കേൾപ്പിച്ചു. സ്തോത്രം. അത് പറഞ്ഞ് നിർത്തരുത്. കർത്താവെ, അങ്ങനെ തന്നെ ഞാനും എന്നെ സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനമെടുക്കും. കർത്താവെ, അങ്ങയുടെ ദാസന്മാരെ ഓർത്ത്, ഇന്ത്യയിലെ വേലക്കാരെ ഓർത്ത്, ആഫ്രിക്കയിലെ വേലക്കാരെ ഓർത്ത്, ചില ആളുടെ പേര് എടുത്തു വെച്ച് അവരെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി ആത്മഭാരത്തോടുകൂടെ സ്വന്തം ജീവിതം അവർക്ക് വേണ്ടി ത്യാഗിക്കുന്ന പോലെ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് യാചിക്കുവാൻ, സ്വർഗമൊന്ന് നമുക്കൊന്ന് ഇടിച്ച് സ്വർഗത്തിലേക്ക് നമ്മുടെ ആലോചനയെ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരത്തെ ദൈവസ്ഥലത്ത് നിറക്കി നിൽക്കുവാൻ രോഗാപ്പെൺകുട്ടിയെ പോലെ സ്വന്തം ദൂതനെയാണെങ്കിൽ കല്ലറ ജയിലിന്റെ വാതിൽ തുറന്നു, ഇരുമ്പടികളെ തുറന്നു, ദൈവത്തിന്റെ ദാസനെ പുറത്തു കൊണ്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥനയുണ്ട്. അതാണ് പ്രാർത്ഥന. നിങ്ങൾ ഇന്ന് തുടങ്ങും. ജീവിതത്തിൽ മേരി 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ജീവിതത്തിൽ മറ്റ് സാധാരണ പ്രാർത്ഥനയല്ലാതെ ആരും അറിയാത്തൊരു സമയത്ത്, ഒരു പക്ഷേ വൃദ്ധയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലെ കിടപ്പുമുറിയിൽ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് മറ്റൊന്നും കഴിയുന്നില്ലെങ്കിലും വളരെ ആത്മഭാരത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഈ ദാനിയേലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് ആ ഒരു തീരുമാനം എടുക്കാൻ നമുക്കിടയാകട്ടെ. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ എന്റെ സഭയ്ക്ക് വേണ്ടി, എന്റെ രാജ്യത്തിന് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഇതിന് രക്ഷകരെ അനുഭവം
താല്പര്യം ആയിരിക്കും വേണ്ടത്.